സമാനതകളില്ലാത്ത വിസ്മയ അനുഭവങ്ങളും കാഴ്ചകളും ഒരുക്കി ദുബായ് ഗ്ലോബൽ വില്ലേജ് മിഴി തുറന്നു. ഇനി വരുന്ന 6 മാസക്കാലം വിനോദത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും ആഗോള കേന്ദ്രമായി ഇവിടെ മാറും. ഭാരതത്തിൻ്റെതടക്കം 30 പവലിയനുകളും 3500 ഷോപ്പിംഗ് കേന്ദ്രങ്ങളും അടക്കം സന്ദർശകർക്കായി ഒട്ടേറെ വിസ്മയങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ സാംസ്കാരിക വിനോദ ഉത്സവങ്ങളിലൊന്നായ ദുബായ് ഗ്ലോബൽ വില്ലേജിൻ്റെ 30ാം സീസണാണ് തുടക്കമായത്. ഭാരതത്തിൻ്റെതടക്കം 30 പവലിയനുകൾ, 3500 ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, രുചി വൈവിധ്യങ്ങളുടെ മഹാമേള, വിനോദ പരിപാടികൾ എന്നിങ്ങനെ ഒട്ടേറെ ആകർഷണങ്ങളാണ് സന്ദർശകർക്കായി ഗ്ലോബൽ വില്ലേജ് കാത്തുവച്ചിരിക്കുന്നത്. Season 30. Inshallah, this year is going to be one of the biggest seasons that we have at Global Village. Many activities, many activations. There's so much going on for this season. We have 30 country pavilions with us at Global Village, which are celebrating over 90 cultures altogether. We have over 200 F&B outlets. We have over 250 rides and attractions at our carnival area. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അണിനിരുന്ന വർണ്ണാഭമായ പരേഡോടെയാണ് പുതിയ സീസണ് തുടക്കമായത്. ആഗോള ഗ്രാമം സന്ദർശകർക്കായി തുറന്നതിന് ശേഷമുള്ള ആദ്യ ദിവസം തന്നെ ആയിരങ്ങളാണ് എത്തിയത്. ഞാനിവിടെ ദുബായിൽ 28 കൊല്ലമായി. വന്നപ്പോൾ തൊട്ടുള്ള ഗ്ലോബൽ വില്ലേജ് ഞാൻ വരുന്നത് ആദ്യമൊക്കെ 2 വർഷമായിരുന്നു, പിന്നെ ഇയർലി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സാധാരണ ഞാൻ എൻ്റെ ലൈഫ് ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഫസ്റ്റ് ഡേ ഞാൻ ഇന്നാണ് വരുന്നത്. കാരണം എനിക്കിതിൻ്റെ മുമ്പ് ജോലി ഉള്ളത് കൊണ്ട് നമുക്ക് ആ ടൈമിൽ വരാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അവരുടെ ഒപ്പം അവരെയും കൊണ്ടുവരാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ ഞാനൊരു സജഷനും കൂടി എല്ലാവർക്കും തരുന്നു. ഓൺലൈനിൽ നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ ടിക്കറ്റും കൂടി നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിവിടെ എൻട്രിക്കുള്ള ടിക്കറ്റിനെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങളത് ഓൺലൈനിൽ എടുത്ത കാരണം നമുക്ക് ഈ എൻട്രി ഉള്ള ലൈനിൽ ഈസി ആയിട്ട് കയറാൻ പറ്റി. പിന്നെ തുടക്കമാണ്, ഇനിയും ഇപ്പോൾ ഒരു 6 മാസം ഉണ്ടാവും. അപ്പോൾ നമുക്കെല്ലാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് ഉദ്ഘാടനമൊക്കെ കാണുക. പിന്നെ അങ്ങനെ ദിവസം ഇവിടെ ഉള്ളവരാണെങ്കിൽ ഈസി ആയിട്ട് കാണാം. പുതിയ സീസൺ ഏറ്റവും ആവേശകരമായ അനുഭവമായിരിക്കുമെന്നാണ് അധികൃതർ വാഗ്ദാനം ചെയ്യുന്നത്. ഡ്രാഗൺ തടാകത്തിന് സമീപത്തായി ഫയർ ലൈറ്റ് പ്രദർശനം പുതിയ പതിപ്പിനെ മാറ്റുകൂട്ടും. വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 9-ന് ഗംഭീര കരിമരുന്ന് പ്രദർശനങ്ങളും ആസ്വദിക്കാം. Many things happening this year. We have a parade that's taking place with over 200 participants 3 times a week. We have, of course, our flagship fireworks every weekend and drones as well with this edition. Drones and pyros also happening every weekend. A new addition as well is we have a light and laser show that's happening every week as well, on a daily basis, actually not on an every week. And we have a whole new lineup of concerts that we will be announcing very soon, with artists coming in from all over the world to celebrate concerts at Global Village. യുഎഇയിലെ പ്രധാനപ്പെട്ട ശൈത്യകാല ആകർഷണമായ ഗ്ലോബൽ വില്ലേജ് ലോക സംസ്കാരങ്ങളുടെ സംഗമവേദി കൂടിയാണ്. വിവിധ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും രുചിക്കൂട്ടുകളും വിനോദ പരിപാടികളും ആസ്വദിക്കാനുള്ള സമാനതകളില്ലാത്ത അവസരമാണ് ഓരോ പതിപ്പും സന്ദർശകർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഗ്ലോബൽ വില്ലേജ്. ആദ്യത്തെ ദിവസം തന്നെ കാണാനും വന്നു. കുറേ നേരം ക്യൂ നിന്നിട്ടാണ് വന്നത്. എന്തായാലും എനിക്ക് വന്ന് കണ്ടത് ഭയങ്കര സന്തോഷമായി. നവീകരിച്ച ഫീസ്റ്റ സ്ട്രീറ്റും
ഡെസേർട്ട് ഡിസ്ട്രിക്ട്, ഏഷ്യ ബൊളിവാർഡ്, ഹാപ്പിനെസ് സ്ട്രീറ്റ് എന്നിവയെല്ലാം സന്ദർശകർക്ക് നവ്യ അനുഭവങ്ങൾ സമ്മാനിക്കും. ഗാർഡൻസ് ഓഫ് ദി വേൾഡ് എന്ന ആകർഷണമാണ് പുതിയ പതിപ്പിന്റെ സവിശേഷത. ഈജിപ്ത് ഇറാൻ പവലിയനുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഗാർഡൻസ് ഓഫ് ദി വേൾഡിൽ മനോഹരമായ പൂക്കളും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകളുടെ മാതൃകകളും ഉണ്ടാകും. One of my favorite additions to Global Village this season is Gardens of the World, where we have a whole new landscaped areas with flowers and landscapes, tens and thousands of a new landscaped area which people can celebrate and enjoy and take pictures from. പ്രധാന സ്റ്റേജിലും കിഡ്സ് തിയേറ്ററുകളിലും വിവിധ പവലിയനുകളിലുമായി 40,000-ലേറെ കലാസാംസ്കാരിക വിനോദ പരിപാടികൾ അരങ്ങേറും. വിവിധ വേദികളിലായി ദിവസവും 200-ലേറെ കലാപരിപാടികളും ഉണ്ടാകും. ഞായർ മുതൽ ബുധൻ വരെ വൈകിട്ട് 4 മുതൽ അർദ്ധരാത്രി 12 വരെയും വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലും പൊതു അവധി ദിവസങ്ങളിലും വൈകിട്ട് 4 മുതൽ പുലർച്ചെ 1 മണി വരെയും ആഗോള ഗ്രാമം പ്രവർത്തിക്കും. ചൊവ്വാഴ്ചകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായി പ്രവേശനം പരിമിതപ്പെടുത്തും. നാളെ തിരിച്ച് നാട്ടിലേക്ക് പോയത് വിസിറ്റ് വന്നതാണ് ഒരാഴ്ചത്തെ. അപ്പോൾ ഇന്നലെയാണ് അറിഞ്ഞത് ഇന്ന് ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഒന്ന് വന്ന് ഇതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നേരത്തെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേപോലെ ഈ ഗ്ലോബൽ വില്ലേജിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഉദ്ഘാടന ദിവസം വരാൻ വേണ്ടി പറ്റിയത് ഭയങ്കര സന്തോഷമായി. ഭയങ്കര ആൾക്കൂട്ടും ഭയങ്കര കളർഫുള്ളായിട്ടുള്ള സന്തോഷകരമായ അന്തരീക്ഷം തന്നെ ഉണ്ടായിരുന്നു. വൈവിധ്യങ്ങളുടെ വിശാല ലോകമായ ഭാരതത്തെ ഒരു കുടക്കീഴിൽ അണിനിരത്തിയ ഗ്ലോബൽ വില്ലേജിലെ ഇന്ത്യൻ പവലിയനും ആരെയും ആകർഷിക്കും. സാംസ്കാരിക, കലാ, ഭക്ഷണ, വസ്ത്രവൈവിധ്യങ്ങളുടെ വിസ്മയങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വൈവിധ്യങ്ങളാലാണ് ഇന്ത്യൻ പവലിയൻ വ്യത്യസ്തമാകുന്നത്. നമ്മൾ ഇന്ത്യയിൽ വന്നതാണ്, കേരള നല്ല കളിക്കറ്റിനാണ്. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഡ്രസ്സസ്സാണ്. ലെഹങ്ക, ചോളി, ബ്രൈഡൽ ഡ്രസ്സാണ് അധികം ചെയ്യുന്നത്. 6 മാസം ഇവിടെ തന്നെയാണ്. 6 മാസം കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാക്കി ഇന്ത്യയിൽ പോയിട്ട് ചെയ്യുന്നത്. നാട്ടിലാണ് പീടിയുള്ളത്, ഷോപ്പിൽ. ടിക്കറ്റുകൾ ഓൺലൈനിലും ഗേറ്റിലും ലഭ്യമാണ്. പൊതു അവധി ദിനങ്ങൾ ഒഴികെ ഞായർ മുതൽ വ്യാഴം വരെ സന്ദർശിക്കാൻ 25 ദിർഹമാണ് നൽകേണ്ടത്. ഏത് ദിവസവും പ്രവേശനം നൽകുന്ന എനിഡേ ടിക്കറ്റിന് 30 ദിർഹം നൽകണം. 3 വയസ്സിൽ താഴെയുള്ളവർക്കും മുതിർന്ന പൗരന്മാർക്കും നിശ്ചയദാർഢ്യമുള്ളവർക്കും പ്രവേശനം സൗജന്യമാണ്. സ്റ്റണ്ട് ഷോ, കാർണിവൽ, റിപ്ലീസ്, ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്നിങ്ങനെ ചില ആകർഷണങ്ങളിലേക്കും റൈഡുകളിലേക്കും പ്രവേശന ടിക്കറ്റിന് പുറമെ പ്രത്യേക നിരക്കുകൾ ബാധകമാണ്. കൊതി തീരാത്ത കാഴ്ചകളും വിസ്മയങ്ങളും നമ്മെ വീണ്ടും വീണ്ടും ഗ്ലോബൽ വില്ലേജിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാണ്.